നമസ്കാരം. അങ്ങനെ കേരളം സാംസ്കാരികമായി ഒരു വിധിയെഴുത്ത് നടത്തി. പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ സംസ്കാരമില്ലായ്മയ്ക്കെതിരെയുള്ള ഒരു വിധിയെഴുത്താണ് ഇപ്പോൾ നാം കണ്ടത്. ഇത് ഓരോ വ്യക്തിയും അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന സർക്കാരുമൊക്കെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരു പ്രവൃത്തിയിലൂടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ചില നടപടികളിലൂടെയോ സാധാരണ മനുഷ്യന് ബോധ്യമാകുന്നതൊന്നല്ല സംസ്കാരം. മറിച്ച് ഒരു സർക്കാരിൻ്റെ ആണെങ്കിലും ഒരു വ്യക്തിയുടെ ആണെങ്കിലും ആ പ്രവർത്തന രീതിയിലൂടെ അറിയാതെ മനുഷ്യരിൽ വന്ന് നിക്ഷേപിക്കപ്പെടുന്നതാണ് ഈ സംസ്കാരത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അത് ഓരോ പെരുമാറ്റത്തിലൂടെയും വാക്കിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ അത് നിഴലിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഒരു നല്ല കറിയിൽ പാകത്തിന് ഉപ്പ് ചേർന്നാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെയാണ് സംസ്കാരം പ്രവർത്തിക്കേണ്ടതും അങ്ങനെയാണ്. അല്ലാതെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കുറച്ച് സാംസ്കാരികമായിട്ട് ഇപ്പം മോഹൻലാലിനെ തരപ്പെടുത്തി ഒരു ഇൻ്റർവ്യൂ നടത്തി. അതിനകത്ത് അദ്ദേഹം ഒരു സന്യാസിയെ പോലെയാണെന്ന് പറയുന്നു. അതേപോലെ ജീവിതത്തിൽ ഒരിക്കലും തെറ്റ് ചെയ്തിട്ടില്ല. ആകെ തെറ്റ് ചെയ്തത് അദ്ദേഹം പഠിക്കുന്ന സമയത്ത് ഒരു മദ്യപാനിയായ ഒരു സുഹൃത്തിനോടായിരുന്നു. എന്നെപ്പോലെ ഒരു നല്ലവനോടൊപ്പം എന്നെപ്പോലെ ഒരു നല്ലവൻ്റെ സൗഹൃദം അദ്ദേഹത്തിന് നൽകിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ ആകുമായിരുന്നില്ല. ആ ഒരു തെറ്റ് മാത്രമേ താൻ ചെയ്തിട്ടുള്ളൂ എന്ന് പിണറായി വിജയൻ മോഹൻലാലുമായിട്ടുള്ള ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനുഷ്യൻ ഇത് അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ ഇതിന് വിദ്യാഭ്യാസം ഒന്നും തന്നെ ആവശ്യമില്ല. വെറും മനുഷ്യനാകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ ഈ സംസ്കാരത്തെ തിരിച്ചറിയാൻ. അപ്പോൾ ഈ സംസ്കാരം എന്ന് പറയുന്നത് തന്നെ മനുഷ്യത്വ പെരുമാറ്റങ്ങളിലൂടെയും വാക്കിലൂടെയും പ്രതിഫലിക്കുന്നതാണ്. അത് മനുഷ്യന്റെ സംസ്കാരത്തിന് വിരുദ്ധമായ രീതിയിലാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലൂടെ കേരളം കണ്ടത്. അതിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇതിന് നമ്മൾക്ക് മതേതരത്വമെന്നോ അല്ലെ മതേതരത്വത്തിൻ്റെ വിജയമെന്നൊക്കെ പറയുന്നത് വളരെ ചെറുതായി പോകുമെന്ന് മാത്രമല്ല, അത് ശരിയായ ഒരു നിരീക്ഷണവുമല്ല. കാര്യം മതേതരത്വം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാത്തിനെയും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുകൊണ്ടേ നമുക്ക് മതേതരത്വം എന്ന് പറയാൻ പറ്റുകയുള്ളൂ. ഇത് ശരിക്കും മാനുഷികമായ ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണ് കണ്ടത്. മനുഷ്യൻ്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും എങ്ങനെയാണോ വളരെ വിലമതിച്ച് കാണുന്നത് അതിൻ്റെ ഒരു ഉദാഹരണമാണ്. അതായത് സാംസ്കാരികമായ കേരളത്തിൻ്റെ ഒരു പ്രതികരണമാണ്. ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരികമായ കുത്തക ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരിലോ സാഹിത്യകാരന്മാരിലോ രാഷ്ട്രീയക്കാരിലോ എന്തിന് മാധ്യമങ്ങളുടെ പക്കലോ അല്ല എന്നുള്ളതാണ്. സാധാരണ ജനങ്ങളിലാണ് കേരളത്തിൻ്റെ സംസ്കാരം ജീവിക്കുന്നത്. ആ സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ കണ്ടത്. ഇപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ ഇപ്പോൾ UDF സുനാമി ആഞ്ഞു വീശിയിരിക്കുകയാണ്. ഈ ആഞ്ഞു വീശലിനിടയിൽ പോലും കേരളത്തിലെ ചില മണ്ഡലങ്ങളിലെ ജനങ്ങൾ അവിടുത്തെ വ്യക്തികളുടെ സ്വഭാവ വൈശിഷ്ട്യം സംസ്കാരം തിരിച്ചറിഞ്ഞിട്ട് അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ചേലക്കരയിൽ UR പ്രദീപ് കുമാർ, അദ്ദേഹം അവിടെ ജനങ്ങളുടെ സ്വീകാര്യനാണ്. അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം അത് K രാധാകൃഷ്ണൻ അവിടെ അവശേഷിപ്പിച്ചു പോയ ഒരു പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സൗഹൃദത്തിൻ്റെ തുടർച്ചയാണ് UR പ്രദീപ് കുമാർ ചേലക്കരയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് MLA ആയിട്ട്. അതുപോലെ തന്നെ C രവീന്ദ്രനാഥ് മണലൂരിൽ അതിശക്തമായ പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ C രവീന്ദ്രനാഥ് അദ്ദേഹം ആരുടെടുത്തും പറയുന്നില്ല ഞാൻ അഴിമതി നടത്തിയിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, എൻ്റെ കൈകൾ ഒരു കളങ്കവും പറ്റിയിട്ടില്ല എന്നൊന്നും അദ്ദേഹം ആരുടെടുത്തും വിളിച്ച് പറയുന്നില്ല, പറഞ്ഞിട്ടുമില്ല. പക്ഷേ എങ്കിലും വളരെ കുറച്ച് ഭൂരിപക്ഷത്തിലാണെങ്കിലും അത് ഈ തീവ്രമായ ഈ ഒരു UDF തരംഗത്തിൻ്റെ ഇടയിൽ പോലും C രവീന്ദ്രനാഥ് അവിടെ ജയിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസ്കാരം ജനങ്ങളുടെ ഉള്ളിൽ അബോധപൂർവമായി നിക്ഷേപിക്കപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ്. അതുപോലെ തന്നെ പയ്യന്നൂര്, അമ്പലപ്പുഴ, തളിപ്പറമ്പ്, ധർമ്മടം ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ വളരെ ശക്തമായ രീതിയിൽ ഇടതുപക്ഷം അതല്ലെങ്കിൽ CPM കാർ തന്നെ അതിശക്തമായിട്ടാണ്
ഈ CPM എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷമായിട്ട്, 10 VS അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ ഗ്രൂപ്പ് പോര്, രണ്ട് ഭാഗത്തു നിന്ന് പോരാട്ടം ആരംഭിച്ചതിന് ശേഷം പാർട്ടി പിണറായി വിജയന്റെ പക്കലേക്ക് വരികയും അതിനുശേഷം പാർട്ടി എന്ന് പറയുന്നത് പിണറായി വിജയനായി മാത്രം അവശേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിലൂടെ ഈ പിണറായി വിജയൻ പാർട്ടിയിൽ രൂപപ്പെടുത്തിയ അല്ലെങ്കിൽ പാർട്ടിയെ കൈക്കലാക്കിയതിന്, ആ പാർട്ടിയുടെ ഒരു സംഘടനാ സ്വഭാവം തന്നെ ഇല്ലാതാക്കിയതിന് ഉള്ളൊരു പ്രതികാരം, അതല്ലെങ്കിൽ അതിനുള്ളൊരു തീവ്രമായ പ്രതികരണമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ ധർമ്മടം അദ്ദേഹം 6 റൗണ്ടിൽ എണ്ണിയപ്പോൾ, ആദ്യത്തെ 6 റൗണ്ടിൽ എണ്ണിയപ്പോൾ അദ്ദേഹം പിന്നിലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ പ്രാവശ്യം 50,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ധർമ്മടത്ത് പിണറായി വിജയൻ ജയിക്കുന്നത്. ഇപ്പോൾ വെറും അതിൻ്റെ 4-1 5-1 ഭൂരിപക്ഷത്തിലാണ് ഇപ്പോൾ അദ്ദേഹം അവിടെ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ധർമ്മടം പോലെയുള്ള സ്ഥലത്ത് 71.5% ഹിന്ദുക്കൾ, 26 ഏതാനും ശതമാനം മാത്രമുള്ള മുസ്ലിങ്ങളുള്ള സ്ഥലത്ത് BP അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആദ്യത്തെ 6 റൗണ്ടിൽ പിണറായി വിജയനെ അവിടെ വിറപ്പിച്ചു എന്ന് മാത്രമല്ല പിന്നിലേക്ക് അടിക്കുകയും ചെയ്തു. ഇത് സൂചിപ്പിക്കുന്നത് അവിടുത്തെ വർഗീയതയില്ലായ്മയും അതേപോലെ തന്നെ BP അബ്ദുൾ റഷീദിൽ കണ്ട മനുഷ്യൻ, കൂടുതൽ മാനുഷികമായ സംസ്കാരം BP അബ്ദുൾ റഷീദിൽ കണ്ടതിൻ്റെ ഫലമാണ് പിണറായി വിജയന്റെ ധർമ്മടം മണ്ഡലത്തിലെ ഭൂരിപക്ഷം ദയനീയമായ രീതിയിൽ കുറഞ്ഞതും അതോടൊപ്പം തന്നെ ആദ്യത്തെ 6 റൗണ്ടിൽ അദ്ദേഹം പിന്നിൽ പോയതും. ഇവിടെയൊക്കെ മലയാളിയുടെ സംസ്കാരമാണ് കാണിക്കുന്നത്. മറിച്ച് വർഗീയതയോ അതല്ലെങ്കിൽ ഒരു ഏകീകരണമോ ന്യൂനപക്ഷ ഏകീകരണമൊന്നും അല്ല ധർമ്മടത്ത് നമ്മൾ കണ്ടത്. അതേപോലെ തന്നെ കുഞ്ഞകൃഷ്ണൻ, ഒന്ന് ആലോചിച്ച് നോക്കണം. കുഞ്ഞകൃഷ്ണൻ ജയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെ തോളിൽ ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണ്. എല്ലാം ഖദർധാരികളായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകരാണ്. ഒരു വർണ്ണ ഉടുപ്പിട്ടുള്ള വ്യക്തി പോലും കുഞ്ഞകൃഷ്ണൻ അല്ലാതെ മറ്റാരുമില്ലായിരുന്നു. അതിൽ നിന്നൊരു കാര്യം ശ്രദ്ധേയമാണ്. കാരണം എന്താണ്? CPM-കാരോ അല്ലെങ്കിൽ കുഞ്ഞകൃഷ്ണനെ അനുകൂലിക്കുന്ന CPM-കാരോ പുറത്ത് പ്രത്യക്ഷത്തിൽ വരാൻ മടിക്കുന്നു. കാരണം എന്താണ്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരുടെ ജീവൻ അപകടത്തിലാവും. അതാണ് ഏതാനും ദിവസങ്ങൾ മുമ്പ് വരെ പയ്യന്നൂർ മണ്ഡലത്തിൽ കണ്ടത്. പക്ഷേ അവിടെയും ജനങ്ങൾ വളരെ നിശബ്ദമായി ഈ സംസ്കാരമില്ലായ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചു എന്നുള്ളതാണ് കുഞ്ഞകൃഷ്ണന്റെ വിജയം കാണുന്നത്. അതേപോലെ തന്നെ തളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ, തളിപ്പറമ്പിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നഗ്നമായിട്ടാണ്, ഒരു ഒളിപ്പമില്ലാതെയാണ് തൻ്റെ ഭാര്യയെ, താൻ മത്സരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തൻ്റെ ഭാര്യയെ ആയ ശ്യാമൾ ടീച്ചറിനെ അവിടെ നിർത്തുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ തളിപ്പറമ്പെന്ന് മാത്രമല്ല ആ വടക്കേ മലബാറിലുള്ളവരെ പോലെ തന്നെ എല്ലാവർക്കും വിഷമമുള്ള ഒരു സംഗതിയായിരുന്നു ആന്തൂർ സാജന്റെ ദൗർഭാഗ്യകരമായ മരണം, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ. അതിലേക്ക് വഴിവെച്ച രീതികൾ അല്ലെങ്കിൽ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാൻ കഴിയും. അതിനുശേഷമുണ്ടായ സംഗതികൾ, സാജന്റെ ഭാര്യയ്ക്ക് അപകീർത്തികരമാവുന്ന രീതിയിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ദേശാഭിമാനി പത്രം സ്വീകരിച്ച നടപടികൾ, ഇതെല്ലാം ജനങ്ങളുടെ ഉള്ളിൽ അവർ കണ്ട് വിങ്ങി പൊട്ടുകയാണ്. എന്ത് മനുഷ്യ സംസ്കാരമാണ് ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് എന്നുള്ള ആ ഒരു ചോദ്യം. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ശ്യാമളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പോൾ അവിടെ തളിപ്പറമ്പിലെ ജനം നിശബ്ദമായി, പ്രഹരമെന്നൊന്നും പറഞ്ഞാൽ ഇതിന് മതിയാകില്ല, ആ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെയും യഥാർത്ഥത്തിൽ സുധാകരൻ, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മത്സരിക്കാതെ മാറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ കാരണം തൻ്റെ കൺമുന്നിൽ കാണുന്ന അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ, പാർട്ടിയിൽ നടക്കുന്നതിനെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗവും ഒരു പൗരൻ എന്ന നിലയിൽ ഒരു പ്രതികരണം എന്ന രീതിയിലാണ് അദ്ദേഹം മത്സരിച്ചത്. അദ്ദേഹം ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ഇപ്പോൾ അവിടെ ജയിച്ചിരിക്കുന്നു. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കേരളം സാംസ്കാരികമായി പ്രതികരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാംസ്കാരിക നായകരിലൂടെയല്ല, സാംസ്കാരിക നായകർ അതേപോലെ സാഹിത്യകാരന്മാർ എല്ലാം തന്നെയാണ് ഈ സംസ്കാര രാഹിത്യമുള്ള
ഈ പ്രവർത്തനം കണ്ടിട്ടും കേരളത്തിൽ മിണ്ടാതിരുന്നത്. പക്ഷേ ജനം അത് കാണുകയായിരുന്നു. അതിനുള്ളൊരു മറുപടിയാണ് ഇപ്പോൾ കേരളം നൽകിയിരിക്കുന്നത്. ഇത് കോൺഗ്രസിന് ഒരു പാഠമാണ്. കാരണം അവരുടെ ഓരോ നടപടിയും കേരളത്തിലെ ജനങ്ങൾ ഇതേപോലെ സസൂക്ഷ്മം വീക്ഷിക്കുന്നു, അവർ തിരിച്ചറിയുന്നു. ഇത് പ്രതികരിക്കുന്നത് അത് അവർ നിശബ്ദമായിട്ടായിരിക്കും എന്നുള്ളത് UDFും തിരിച്ചറിയേണ്ടതാണ്. UDFിൻ്റെ വിജയം മുന്നിൽ കണ്ടുകൊണ്ട് നാം ഇപ്പോൾ തന്നെ കണ്ടതാണ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള കടിപിടി. ഇതെല്ലാം ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അവർക്കും ഒരു പാഠമായി മാറേണ്ടതാണ്.